ഫീഡ്ബാക്ക് ഇൻ ആംപ്ലിഫയേഴ്സ്. ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഔട്ട്പുട്ടിൽ നിന്ന് ഒരു പോർഷൻ വീണ്ടും ഇൻപുട്ടിലേക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഇഫക്റ്റുകളാണ് ഫീഡ്ബാക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഫീഡ്ബാക്ക്, ഡിഫൈൻ ഫീഡ്ബാക്ക്, നീഡ് ഫോർ ഫീഡ്ബാക്ക്, ടൈപ്സ് ഓഫ് ഫീഡ്ബാക്ക്, നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഫീഡ്ബാക്ക്, advantages and disadvantages of negative and positive feedback, compare negative and positive feedback. അത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വി ഹാവ് ടു ലുക്ക് വാട്ട് ഈസ് ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, the process by which a fraction of output energy or output voltage, output power is injected back to the input is called feedback. ഔട്ട്പുട്ടിൽ നിന്നും ഒരു പോർഷൻ ഇൻപുട്ടിലേക്ക് വീണ്ടും കൊടുക്കുന്നതിനെയാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. മുഴുവനായി കൊടുക്കുക എന്നല്ല, ഔട്ട്പുട്ടിൽ നിന്നും ഏതെങ്കിലും ഒരു കമ്പോണൻസ് ഒക്കെ ഉപയോഗിച്ച് ഒരു ഡ്രോപ്പ് ഉണ്ടാക്കി ഇൻപുട്ടിലേക്ക് വീണ്ടും അത് കൊടുക്കുന്നു. അതാണ് ദ ഫീഡ്ബാക്ക് ഈസ് ഫ്രം ഔട്ട്പുട്ട് ടു ഇൻപുട്ട്. എപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ, നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ എനിക്കിപ്പോൾ കിട്ടുന്ന, ഇപ്പോൾ ഓൺലൈൻ ഈ സെഷനുകളിൽ എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ക്ലാസ്സുകൾ വാച്ച് ചെയ്തതിന് ശേഷം സ്വന്തമായി എഴുതി തയ്യാറാക്കുന്ന നോട്ടുകൾ ഇമെയിൽ ചെയ്ത് തരുമ്പോഴാണ് ഒരു ഫീഡ്ബാക്ക് ആവുന്നത്. അപ്പോഴാണ് നമ്മളൊരു ക്ലാസ് സക്സസ് ആയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഫക്റ്റ് ഉണ്ടോ എൻ്റെ ക്ലാസ്സിൻ്റെ ഔട്ട്പുട്ടിന്, ആ ഔട്ട്പുട്ട് നിന്നും ഒരു ചെറിയ ഫീഡ്ബാക്ക് വീണ്ടും എനിക്ക് തരുമ്പോഴാണ് അതിൻ്റെ ഒരു കംപ്ലീഷൻ പൂർത്തിയാവുന്നത്. അതുപോലെ തന്നെയാണ് അപ്പോൾ ഫീഡ്ബാക്ക് എപ്പോഴും നമ്മൾ പറയാറുള്ള ക്ലാസ് ടെസ്റ്റുകൾ, അസൈൻമെൻറ്റുകൾ എല്ലാം ഒരു ഫീഡ്ബാക്കാണ്. So what is feedback? The process by which a fraction of output energy is injected back to the input. The amplifiers using these techniques are called feedback amplifiers. ആംപ്ലിഫയറുകളിൽ ഫീഡ്ബാക്ക് കൊടുക്കാറുണ്ട്. ആ ഫീഡ്ബാക്ക് ഉള്ള ആംപ്ലിഫയറുകളെ നമ്മൾ പറയും ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ്. ഇനി ടൈപ്സ്, നീഡ് ഫോർ ഫീഡ്ബാക്ക്. എന്തിനാണ് ഈ ഫീഡ്ബാക്ക് എന്ന് നോക്കാം. The parameters of basic amplifier are recorded to changed as per the need. These changes can be brought out effectively by introducing feedback in the amplifier. ചില സമയത്ത് ആംപ്ലിഫയറുകളിൽ ഫീഡ്ബാക്കുകൾ ആവശ്യമായി വരും. ചിലപ്പോൾ നമ്മൾക്ക് ഗെയിൻ അല്പം കുറഞ്ഞാലും വേണ്ടില്ല, സ്റ്റെബിലിറ്റി വേണം, മറ്റുള്ള പാരാമീറ്റേഴ്സ് ടെമ്പറേച്ചറൊക്കെ വേരി ചെയ്താലും കോൺസ്റ്റൻറ്റ് ഔട്ട്പുട്ടാണ് പ്രൈം ഇമ്പോർട്ടൻസ് എന്ന് വരുമ്പോൾ നമ്മൾ ആ രീതിയിൽ ആംപ്ലിഫയർ ഡിസൈൻ ചെയ്യണം. അങ്ങനെ നമ്മളുടെ നീഡ് എന്താണോ, ഒരു ആംപ്ലിഫയർ എന്തിനു വേണ്ടി നമ്മൾ തയ്യാറാക്കുന്നോ അതിനനുസരിച്ചാണ് അതിനകത്ത് ഫീഡ്ബാക്ക് അപ്ലൈ ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത്. അപ്പോൾ ചില കാര്യങ്ങളിൽ ഫീഡ്ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ബെറ്റർ പെർഫോമൻസ് ഉണ്ടാവും. ബെറ്റർ പെർഫോമൻസിലാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നതെങ്കിൽ നമ്മളവിടെ ഫീഡ്ബാക്ക് കൊടുക്കും ആംപ്ലിഫയറിന്. ടൈപ്സ് ഓഫ് ഫീഡ്ബാക്ക് പ്രധാനമായും രണ്ട് രീതിയിലാണ് നമ്മൾ ഔട്ട്പുട്ടിൽ നിന്നും ഇൻപുട്ടിലേക്ക് പവർ അപ്ലൈ ചെയ്യുന്നത്, തിരിച്ച് അപ്ലൈ ചെയ്യുന്നത്. ഒന്ന് നെഗറ്റീവ് ഫീഡ്ബാക്കും, സെക്കൻഡ് വൺ ഈസ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. ഇനി ഒരു ഫീഡ്ബാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇതാണ് ഒരു ആംപ്ലിഫയർ. ഇത് ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട്, ഇത് ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിൽ നിന്ന് നമ്മളൊരു പോർഷൻ, ഒരു പെർസെൻറ്റേജ് ആണ്, അതിന് ബീറ്റ ഫാക്ടർ എന്ന് പറയും, ഒരു ഫാക്ടർ ഓഫ് ഔട്ട്പുട്ട്. ചിലപ്പോൾ ഇവിടെ ഈ ഔട്ട്പുട്ടിൽ നിന്നുള്ളൊരു പോർഷൻ വീണ്ടും തിരിച്ച് ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നു. ഇതാണ് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്. എ എന്ന് കാണിച്ചിരിക്കുന്ന ആംപ്ലിഫയർ, ഈ ബീറ്റ എന്ന് കാണിച്ചിരിക്കുന്നതാണ് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്. അപ്പോൾ ഏത് ഒരു പാസീവ് കമ്പോണൻറ്റ്, റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടറുകളൊക്കെ വഴിയായിരിക്കും ഇൻപുട്ടിലേക്ക് വീണ്ടും വോൾട്ടേജ് കൊടുക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആംപ്ലിഫയർ. അപ്പോൾ ഇതിൽ നിന്ന് ഒരു പോർഷനാണ്, അതിനെ നമ്മൾ പറയും ഫീഡ്ബാക്ക് ഫാക്ടർ. എ ഫാക്ടർ ഓഫ് ഔട്ട്പുട്ട് ഈസ് ഫീഡ്ബാക്ക് ടു ദി ഇൻപുട്ട്. ഇതാണ് ഒരു ഫീഡ്ബാക്ക് അറേഞ്ച്മെൻറ്റ്. ഇതിന് നമ്മൾ എന്ത് പറയും, ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്. ഈ ബീറ്റ എന്ന് കാണിച്ചിരിക്കുന്നതിനെ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് എന്ന് പറയും. നമുക്കിനി നോക്കാം. ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് മനസ്സിലായി, ഫീഡ്ബാക്ക് അറേഞ്ച്മെൻറ്റ് മനസ്സിലായി, അതാണ് കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്കിവിടെ നോക്കാം വാട്ട് ഈസ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഇത് ആംപ്ലിഫയർ. ആംപ്ലിഫയറിൽ ഇൻപുട്ട് കൊടുത്ത് ഔട്ട്പുട്ട് കിട്ടി. ഔട്ട്പുട്ടിൽ നിന്നുള്ളൊരു പോർഷൻ നോക്കൂ, ഈ റെസിസ്റ്റർ വഴി വീണ്ടും ഇൻപുട്ടിലേക്ക് കൊടുത്തിരിക്കുക. പക്ഷേ ഔട്ട്പുട്ടിൽ നിന്നുള്ള ഒരു പോർഷൻ റെസിസ്റ്റർ വഴി ഇൻപുട്ടിലേക്ക് കൊടുക്കുമ്പോൾ ഇൻപുട്ടിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എത്തുമ്പോൾ ഒരു പോസിറ്റീവ് ഓൾട്ടർനേഷൻ അല്ല വീണ്ടും ഫീഡ്ബാക്ക് ചെയ്ത് കൊടുക്കുന്നത്.
അതായത് ഫേസ് ഡിഫറൻസ് ആയിട്ടുള്ള പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് ഇൻപുട്ടിൽ പോസിറ്റീവ് ഓൾട്ടർനേഷൻ വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കൊടുക്കുന്നത് അത് ആഡിറ്റീവായിട്ടല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് ഫേസ് റിവേഴ്സ് ആയിട്ടുള്ള ഒരു വോൾട്ടേജാണ് ഇൻപുട്ടിലേക്ക് വീണ്ടും അപ്ലൈ ചെയ്യുന്നത്. ഇത് റിഡക്ഷൻ ഇൻ ഇൻപുട്ട് സിഗ്നൽ. അപ്പോൾ അത് ഇൻപുട്ട് സിഗ്നലിനെ മൊത്തത്തിൽ റെഡ്യൂസ് ചെയ്യുകയും ഔട്ട്പുട്ടിലെ ഗെയിൻ കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഗെയിൻ കുറഞ്ഞു പോകുന്നുണ്ടല്ലോ, പക്ഷേ എന്തിനാ ഫീഡ്ബാക്ക് എന്ന്. പക്ഷേ ഗെയിൻ കുറയുന്നു, റെഡ്യൂസ് ഗെയിൻ എന്നുള്ള ഒരേ ഒരു ഡിസഡ്വാൻറ്റേജ്, നോട്ട് ദ പോയിന്റ്, അത് പോയിന്റ് നോട്ട് ചെയ്യണം. നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ വാട്ട് ഈസ് നെഗറ്റീവ് ഫീഡ്ബാക്ക്? ഔട്ട്പുട്ടിൽ നിന്നും ഒരു പോർഷൻ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നത് ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദി ഇൻപുട്ട് സിഗ്നൽ. ഇൻപുട്ട് സിഗ്നലിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫീഡ്ബാക്ക് വോൾട്ടേജ് എങ്കിൽ അതിനെ നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയും. അതായത് ഇൻപുട്ട് സിഗ്നലിൻ്റെ ഔട്ട് ഓഫ് ഫേസ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് വോൾട്ടേജ് ആണെങ്കിൽ അതിനെ നെഗറ്റീവ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഡീജനറേറ്റീവ് ഫീഡ്ബാക്ക്, DE നെഗറ്റീവ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഡീജനറേറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയും. ഇത് ഇൻപുട്ട് സിഗ്നലിൻ്റെ ടോട്ടൽ എന്താ പറയുക ആംപ്ലിറ്റ്യൂഡ് കുറയ്ക്കും അല്ലെങ്കിൽ വോൾട്ടേജ് ലെവൽ കുറയ്ക്കും. പക്ഷെ ഔട്ട്പുട്ടിലും ആ ഒരു കുറവുണ്ടാകും, അതായത് ഗെയിൻ കുറയും. നെഗറ്റീവ് ഫീഡ്ബാക്ക് റെഡ്യൂസസ് ഗെയിൻ. ദ വൺ ആൻഡ് ഓൺലി ഡിസഡ്വാൻറ്റേജ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് റെഡ്യൂസസ് ഗെയിൻ. പക്ഷേ ഗെയിനിലൊരു സ്റ്റെബിലിറ്റിയും ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി, ടെമ്പറേച്ചർ സ്റ്റെബിലിറ്റി, ഇങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉള്ളതുകൊണ്ട് ആംപ്ലിഫയേഴ്സിൽ നമ്മൾ ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് എംപ്ലോയ് ചെയ്യാറുണ്ട്. റെഡ്യൂസ്ഡ് ഗെയിൻ എന്നുള്ള ഡിസഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ പോലും പല ആപ്ലിക്കേഷനിലും ആംപ്ലിഫയറുകളിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് എംപ്ലോയ് ചെയ്യാറുണ്ട്. ഒരു പോയിൻ്റ് കൂടി നോട്ട് ചെയ്യണം, ആംപ്ലിഫയറുകളിൽ എപ്പോഴും നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്കാണ് കൊടുക്കുക. വാട്ട് ഈസ് പോസിറ്റീവ് ഫീഡ്ബാക്ക്? അപ്പോൾ നമുക്കറിയാമല്ലോ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്താണെന്ന്. ഫീഡ്ബാക്ക് വോൾട്ടേജ് ഇൻപുട്ട് സിഗ്നലിനെ ആഡ് ചെയ്യുന്ന വിധത്തിൽ അതേ പൊളാരിറ്റിയിലാണ് കൊടുക്കുന്നതെങ്കിൽ, അതേ ഫേസിലാണ് കൊടുക്കുന്നതെങ്കിൽ അത് റീജനറേറ്റീവ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയും. റീജനറേറ്റീവ്. When the feedback signal increases, net input signal, feedback signal is in phase with the input signal, it is called positive or regenerative feedback. അതാണ് രണ്ട് ഫീഡ്ബാക്കും. നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്ക് സിഗ്നൽ ഈസ് ഔട്ട് ഓഫ് ഫേസ് വിത്ത് ദ ഇൻപുട്ട് സിഗ്നൽ ആൻഡ് ഇറ്റ് റെഡ്യൂസസ് ദി ഇൻപുട്ട് സിഗ്നൽ, അത് ഡീജനറേറ്റീവ്. പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാലോ ഫീഡ്ബാക്ക് സിഗ്നൽ ഇൻക്രീസസ് ദ ഇൻപുട്ട് സിഗ്നൽ, ഇറ്റ് ഈസ് ഇൻ ഫേസ് വിത്ത് ദ ഇൻപുട്ട് സിഗ്നൽ, ഇറ്റ് ഈസ് പോസിറ്റീവ് ഓർ റീജനറേറ്റീവ് ഫീഡ്ബാക്ക്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് ഈ ഫീഡ്ബാക്ക് സർക്യൂട്ട്. ഇതാണ് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്. ഇനി ആംപ്ലിഫയറിൽ നമ്മൾ ഇൻപുട്ടും കൊടുത്ത് ഔട്ട്പുട്ട് കൊടുത്ത് ആംപ്ലിഫയറിൻ്റെ ഗെയിനിനെ നമ്മൾ എ എന്നാണ് അടയാളപ്പെടുത്തുക. ആംപ്ലിഫയർ ഗെയിൻ എ. ഫീഡ്ബാക്ക് കൊടുത്തു കഴിയുമ്പോഴുള്ള ഗെയിനിനെ നമ്മൾ AF എന്ന് പറയും, ഫീഡ്ബാക്ക് ഗെയിൻ. അപ്പോൾ ഫീഡ്ബാക്ക് ഗെയിൻ ഇതൊരു ഇമ്പോർട്ടൻ്റ് ഇക്വേഷനാണ്. ഞാൻ ആ ഇക്വേഷനിലേക്ക് എത്തുന്ന വിധമുണ്ട്, നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അത് അത്രയ്ക്ക് വലിയ ഇതായിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ വേണ്ട. ഇതിൻ്റെ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഗെയിനിൻ്റെ ഇക്വേഷൻ ഒന്ന് എഴുതി വയ്ക്കുക. ദ ഫീഡ്ബാക്ക് ഗെയിൻ, ദ ഗെയിൻ വിത്ത് നെഗറ്റീവ് ഫീഡ്ബാക്ക് AF ഇസിക്കൽ ടു A ഡിവൈഡഡ് ബൈ 1 + A ബീറ്റ. A എന്ന് പറഞ്ഞാലോ ആംപ്ലിഫയർ ഗെയിൻ വിത്തൗട്ട് ഫീഡ്ബാക്ക്. ബീറ്റ എന്ന് പറഞ്ഞാൽ ദ ഫ്രാക്ഷൻ ഓഫ് ദി ഔട്ട്പുട്ട്, ഔട്ട്പുട്ടിൻ്റെ എത്ര ഫ്രാക്ഷനാണ് എടുക്കുന്നത് അതാണ് ബീറ്റ. അപ്പോൾ A/1 + A ബീറ്റ, A/1 + A ബീറ്റ എന്നുള്ളതാണ് ഫീഡ്ബാക്ക് ഗെയിൻ വിത്ത് നെഗറ്റീവ് ഫീഡ്ബാക്ക്. ആ ഇക്വേഷൻ നോട്ട് ചെയ്യാം. അപ്പോൾ വാട്ട് ഈസ് ദ ഫീഡ്ബാക്ക് ഗെയിൻ? AF എന്ന് പറഞ്ഞാൽ എന്താ? ആംപ്ലിഫയർ ഗെയിൻ വിത്ത് ഫീഡ്ബാക്ക് AF ഇസിക്കൽ ടു A/1 + A ബീറ്റ, വേർ A ഈസ് ദി ആംപ്ലിഫയർ ഗെയിൻ വിത്തൗട്ട് ഫീഡ്ബാക്ക്, ബീറ്റ ഈസ് ദി ഫീഡ്ബാക്ക് ഫാക്ടർ. ആംപ്ലിഫയർ ഗെയിൻ വിത്ത് ഫീഡ്ബാക്ക് ആണ്. A' എന്നോ AF എന്നോ കൊടുക്കാം. ഫീഡ്ബാക്ക് ഗെയിനിന് A' എന്ന് കൊടുക്കാം അല്ലെങ്കിൽ AF എന്ന് കൊടുക്കാം. A/1 - A ബീറ്റയാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് ഗെയിൻ, A/1 + A ബീറ്റയാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഗെയിൻ. But two equations we have to note in this lesson, in this topic. The amplifier gain with feedback, A' is equal to A/1 - A beta for positive feedback, A' is equal to A/1 + A beta for negative feedback. ഇനി A beta എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്ക് ഫാക്ടർ ആണ്. ബീറ്റ ഈസ് നോൺ ആസ് ദി ഫീഡ്ബാക്ക് റേഷ്യോ. അപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ ഫീഡ്ബാക്കിൻ്റെ ഈ രണ്ട് ഇക്വേഷൻ, A/1 - ഇത് 1 - അപ്പോൾ ഒന്ന് ഓർത്താൽ മതി, ഓപ്പോസിറ്റാണ്. മൈനസ് എന്ന് കാണുമ്പോൾ അത് നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ അല്ല, പോസിറ്റീവ് ഫീഡ്ബാക്കിൻ്റെയാണ്. ആ ഒരു ഹിൻഡ് വെച്ചിട്ട് വേണം ഈ ഇക്വേഷൻ ഓർത്തിരിക്കാൻ. A/1 + A ബീറ്റ എന്ന് പറയുന്നതാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. അപ്പോൾ ആ ഹിൻഡായല്ലോ. അപ്പോൾ രണ്ട് ഇക്വേഷൻസ് ആയി.
ഇനി അതിലുള്ള എല്ലാം എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംപ്ലിഫയർ ഗെയിൻ വിത്തൗട്ട് ഫീഡ്ബാക്കാണ്. എ ബീറ്റ അതിന് രണ്ടിൻ്റെയും കൂടിയുള്ള ആ പ്രോഡക്റ്റിന് പറയുന്നത് ഫീഡ്ബാക്ക് ഫാക്ടർ. ബീറ്റ ഈസ് നോൺ ആസ് ഫീഡ്ബാക്ക് റേഷ്യോ. ഫോർ നെഗറ്റീവ് ഫീഡ്ബാക്കിന് ഈ ഫീഡ്ബാക്ക് ഫാക്ടർ എ ബീറ്റ എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. ഇതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. ഫോർ പോസിറ്റീവ് ഫീഡ്ബാക്ക് എ ബീറ്റ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ഫാക്ടർ ഈസ് ഓൾവേസ് ഈക്വൽ ടു 1 or always unity. One of the question, for positive feedback a beta is equal to 1 or a beta is equal to unity ആയിരിക്കണം. അതാണ് പോസിറ്റീവ് ഫീഡ്ബാക്കിൻ്റെ ഒരു കണ്ടീഷൻ. നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ അഡ്വാൻറ്റേജസ് ഇൻക്രീസ്ഡ് സ്റ്റെബിലിറ്റി. ഞാൻ പറഞ്ഞല്ലോ സ്റ്റെബിലൈസ്ഡ് ആയിരിക്കും, ഇൻക്രീസ്ഡ് ബാൻഡ് വിഡ്ത്ത്, ലെസ് ഡിസ്റ്റോർഷൻ, റെഡ്യൂസസ് നോൺ ലീനിയർ ഡിസ്റ്റോർഷൻ ആൻഡ് നോയിസ്, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഇംപിഡൻസ് ക്യാൻ ബി മോഡിഫൈഡ് ആസ് ഡിസൈർഡ്. നോക്കൂ എത്രമാത്രം അഡ്വാൻറ്റേജസ് ആണെന്ന്. ഇൻക്രീസ്ഡ് സ്റ്റെബിലിറ്റി, നമുക്ക് എപ്പോഴും വേണ്ടത് എല്ലാ സിഗ്നലിലും എല്ലാ കണ്ടീഷനിലും സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഔട്ട്പുട്ടാണ് വേണ്ടത്, അപ്പോൾ അത് തരുന്നുണ്ട്. പിന്നെയോ ബാൻഡ് വിഡ്ത്ത്, ബാൻഡ് വിഡ്ത്ത് ഫ്രീക്വൻസി റെസ്പോൺസ് ഒരു ആംപ്ലിഫയറിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. അപ്പോൾ നല്ല ഇൻക്രീസ്ഡ് ബാൻഡ് വിഡ്ത്ത് ഉണ്ട്, ഡിസ്റ്റോർഷൻ ലെസ് ആണ്, നോൺ ലീനിയർ ഡിസ്റ്റോർഷനോ നോയിസോ ഇല്ല, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഇംപിഡൻസിനെ നമ്മൾക്ക് വേണ്ട രീതിയിൽ നമുക്ക് വേരി ചെയ്യാൻ സാധിക്കും. ഇത്രയും അഡ്വാൻറ്റേജസ്. ഇൻ സ്പൈറ്റ് ഓഫ് ദീസ് അഡ്വാൻറ്റേജസ് വൺ ആൻഡ് ഓൺലി ഡിസഡ്വാൻറ്റേജ് ഈസ് റെഡ്യൂസസ് ദ ഗെയിൻ ഓഫ് ആൻ ആംപ്ലിഫയർ. എങ്കിലും ആംപ്ലിഫയറിൽ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? നെഗറ്റീവ് ഫീഡ്ബാക്ക് ഈസ് എംപ്ലോയിഡ് ഇൻ ആംപ്ലിഫയേഴ്സ്. പോസിറ്റീവ് ഫീഡ്ബാക്ക് നമ്മളിനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന സെഷനാണ് ഓസിലേറ്റേഴ്സ്. ഓസിലേറ്റേഴ്സിലാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എപ്പോഴും നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ബിക്കോസ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ആംപ്ലിഫയേഴ്സ്. നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിലുള്ളത് തന്നെ പല രീതിയിൽ നമ്മൾ പറയാറുണ്ട്. ജസ്റ്റ് നോക്കിയാൽ മതി, നമ്മൾ ഡീപ്പായിട്ട് പോകുന്നില്ല. വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് ഉണ്ട്, കറൻറ്റ് സീരീസ് ഫീഡ്ബാക്ക്, കറൻറ്റ് ഷണ്ട് ഫീഡ്ബാക്ക്, വോൾട്ടേജ് ഷണ്ട് ഫീഡ്ബാക്ക്. ഷണ്ട് എന്നുള്ളത് പാരലൽ എന്നുള്ളതിൻ്റെ അർത്ഥമാണ്. അപ്പോൾ വോൾട്ടേജ് സീരീസ് ആൻഡ് വോൾട്ടേജ് ഷണ്ട് ഫീഡ്ബാക്ക്, കറൻറ്റ് സീരീസ് ആൻഡ് കറൻറ്റ് ഷണ്ട് ഫീഡ്ബാക്ക്. എങ്ങനെയാണ് ആംപ്ലിഫയറുകളിൽ ഫീഡ്ബാക്ക് കൊടുക്കുന്നത്? ഒരു ആംപ്ലിഫയറിൽ ഫീഡ്ബാക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ നമ്മൾ മനസ്സിലാക്കും? നമ്മൾ സാധാരണ പഠിച്ച കോമൺ എമിറ്റർ സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ സർക്യൂട്ടൊക്കെ ഉണ്ടല്ലോ, അതിൽ ചില കമ്പോണൻറ്റിൻ്റെ പ്ലേസ് വേരി ചെയ്യുമ്പോഴോ ചില കമ്പോണൻറ്റുകൾ മാറ്റി വയ്ക്കുമ്പോഴോ ഒക്കെയാണ് ഫീഡ്ബാക്ക് ഇഫക്റ്റ് ഉണ്ടാകുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, ഇത് അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം രീതിയിൽ വരച്ചിരിക്കുന്നതാണ്. എന്താണ് വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക്? അപ്പോൾ നമ്മളിവിടെ ഔട്ട്പുട്ടിൽ നിന്നും പാരലൽ രീതിയിലുള്ള കണക്ഷൻ വന്നിട്ട് ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൽ കൊടുക്കുന്നു. ഇവിടെ ഇങ്ങനെ പോയിരിക്കുന്നത് സീരീസ് ആയിട്ടാണ്, ഇൻപുട്ടിന് സീരീസ്. ഇതാണ് വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക്. വോൾട്ടേജ് ഷണ്ട് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് പാരലൽ എടുത്തു അതുപോലെ തന്നെ ഇൻപുട്ടിലും ഫീഡ് ചെയ്യുന്നതാണ് വോൾട്ടേജ് ഷണ്ട് ഫീഡ്ബാക്ക്. ഇത് കറൻറ്റ് സീരീസ് ഫീഡ്ബാക്ക്. ഇവിടെയും സീരീസ് പോലെ എടുക്കുന്നു, ഇവിടെയും സീരീസ്. ഇനി കറൻറ്റ് ഷണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ നിന്ന് സീരീസ് കണക്ഷൻ രീതിയിൽ എടുത്തിട്ട് ഇൻപുട്ടിൽ പാരലൽ രീതിയിൽ കൊടുക്കുന്നതാണ് കറൻറ്റ് ഷണ്ട് ഫീഡ്ബാക്ക്. ഈ ഒരു ചെറിയ വേരിയേഷനിലൊന്ന് പോയിൻ്റ് ഔട്ട് ചെയ്താൽ, വളരെ രീതിയിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ ഇതത്ര ഒരു കൺഫ്യൂസ്ഡ് ടോപ്പിക്കല്ല, എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. 4 ടൈപ്പും 4 ടൈപ്പിൻ്റെ ഡയഗ്രാംസും 4 ടൈപ്പിൻ്റെ പ്രത്യേകതകളും. ഇനി നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണ് ഒരു ആംപ്ലിഫയറിൽ ഫീഡ്ബാക്ക് അപ്ലൈ ചെയ്യുന്നതെന്നുള്ള സംശയം ഉണ്ടാവും. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു സർക്യൂട്ടാണ്, ഓർമ്മയുണ്ടോ എന്നറിയില്ല. എമിറ്റർ ഫോളോവർ. ബിക്കോസ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്ന ഒരു കോമൺ കളക്റ്റർ ആംപ്ലിഫയറിൻ്റെ ഒരു വേരിയേഷനാണ്. നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് എമിറ്ററിൽ നിന്നാണ്. അപ്പോൾ എമിറ്ററിൽ നിന്ന് ഔട്ട്പുട്ട് എടുക്കുമ്പോൾ നമ്മൾ പറയും ബേസിലുണ്ടാകുന്ന ഓരോ വേരിയേഷൻസും IB + IC = IE, അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ബേസിലുണ്ടാകുന്ന ഓരോ സ്മോൾ വേരിയേഷൻസും അതേ ലെവലിൽ എമിറ്ററിൽ കിട്ടുന്നത് കൊണ്ട് എമിറ്റർ കറൻറ്റ് ഫോളോസ് ദ ബേസ് കറൻറ്റ് എന്നുള്ള അർത്ഥത്തിൽ ഈ സർക്യൂട്ടിൻ്റെ പേര് എമിറ്റർ ഫോളോവർ എന്നാണ്. യൂണിറ്റി ഗെയിനുള്ള ഒരുപാട് പ്രത്യേകതകളുള്ള പല ഇൻ്റർമീഡിയറ്റ് സെക്ഷനിൽ ഉപയോഗിക്കുന്നതാണ് എമിറ്റർ ഫോളോവർ. ഓൾറെഡി വി ഡിസ്കസ്ഡ് ആണ്, നേരത്തെ ഉള്ളതൊന്ന് മറിച്ച് നോക്കുക വേണം. ഇപ്പോൾ എമിറ്ററിൽ നിന്നാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. ഇതൊരു വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് സർക്യൂട്ടിന് എക്സാമ്പിളാണ്. എങ്ങനെ ഇവിടെ ഫീഡ്ബാക്ക് വന്നു എന്നറിയാമോ? നമ്മളുടെ സിംഗിൾ സ്റ്റേജ് കോമൺ എമിറ്റർ ആംപ്ലിഫയറിലൊക്കെ ഇവിടെ എപ്പോഴും എന്തുണ്ട്? ഒരു എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ ഉണ്ട്. ഈ എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ ഇല്ലാതെ വരുമ്പോഴാണ് ഈ ഒരു ഫീഡ്ബാക്ക് വരുന്നത്. എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ എമിറ്റർ കറൻറ്റിലുണ്ടാകുന്ന എല്ലാ വേരിയേഷൻസിനെയും ബൈപ്പാസ് കപ്പാസിറ്റർ ഗ്രൗണ്ട് ചെയ്യുമ്പോൾ ഇൻപുട്ടിലെ DC ബയാസിങ്ങിനെ അഫക്റ്റ് ചെയ്യാതെ ഇതിനെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുന്നുണ്ട്. ആ ബൈപ്പാസ് കപ്പാസിറ്റർ ഇല്ലാതുള്ള ഈ അറേഞ്ച്മെൻറ്റിൽ ഇവിടെ സം ഫീഡ്ബാക്ക് അവിടെ വരുന്നുണ്ട്. നെഗറ്റീവ് ഫീഡ്ബാക്കാണ്. ആ ടൈപ്പ് ഓഫ് ഫീഡ്ബാക്കാണ് വോൾട്ടേജ് സീരീസ്
ഫീഡ്ബാക്ക്. ഇപ്പോൾ ഒരു വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് സർക്യൂട്ടിന് എക്സാമ്പിളാണ് എമിറ്റർ ഫോളോവർ. വൺ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ വൺ പോയിൻ്റ് ആണ്. എമിറ്റർ ഫോളോവർ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ ഫീഡ്ബാക്ക് ആംപ്ലിഫയർ ആൻഡ് ദ ടൈപ്പ് ഓഫ് ഫീഡ്ബാക്ക് ഈസ് വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ റിമൂവ് ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് ഫീഡ്ബാക്കുകൾ ആംപ്ലിഫയർ സർക്യൂട്ടിൽ കൊടുക്കുന്നത്. അതുപോലെ ഒരു ബേസിൽ നിന്നും ഒരു റെസിസ്റ്റർ എടുത്തിട്ട് വീണ്ടും കളക്ടറിലേക്ക് കൊടുക്കുന്നതും ഒരു ഫീഡ്ബാക്കിൽ വരും. വോൾട്ടേജ് ഷണ്ട് ഫീഡ്ബാക്ക്, കറൻറ്റ് സീരീസ് ഫീഡ്ബാക്ക്. ഇതിലൊക്കെ ഉപരിയായി നമ്മൾ എമിറ്റർ ഫോളോവർ ആണ് നോട്ട് ചെയ്യേണ്ടത്. നോട്ട് ചെയ്ത് ഇപ്പോഴേ വയ്ക്കണം. ആൻ എക്സാമ്പിൾ ഫോർ എ ഫീഡ്ബാക്ക് ആംപ്ലിഫയർ. എപ്പോഴെങ്കിലും ചോദിച്ചാൽ നിസ്സംശയം പറയാം എമിറ്റർ ഫോളോവർ. ആൻഡ് ദ ടൈപ്പ് ഓഫ് ഫീഡ്ബാക്ക് ഈസ് വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക്. ഇവിടെ ഞാൻ വോൾട്ടേജ് സീരീസ്, വോൾട്ടേജ് ഷണ്ട്, കറൻറ്റ് സീരീസ്, കറൻറ്റ് ഷണ്ട്, ഇതിൻ്റെ കുറേ ക്യാരക്ടറിസ്റ്റിക്സ്, സ്റ്റെബിലിറ്റി എങ്ങനെയാണ്, ഫ്രീക്വൻസി ആൻഡ് ഫേസ് ഡിസ്റ്റോർഷൻ എങ്ങനെയാണ്, നോൺ ലീനിയർ ഡിസ്റ്റോർഷൻ എങ്ങനെയാണ്, നോയ്സ് എങ്ങനെയാണ്, ബാൻഡ് വിഡ്ത്ത് എങ്ങനെയാണ്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, ഇൻപുട്ട് റെസിസ്റ്റൻസ്, ഇങ്ങനെയുള്ള ഒരു ആംപ്ലിഫയറിനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻസ് ആയ ക്യാരക്ടറിസ്റ്റിക്സ് ഈ ഫീഡ്ബാക്കുകൾ എങ്ങനെ അപ്ലൈ ചെയ്താൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. പ്ലീസ് നോട്ട് ഡൗൺ ദാറ്റ് ആൾസോ. ഓക്കെ, താങ്ക് യു. എപ്പോഴും നമ്മളുടെ കോവിഡ് സിറ്റുവേഷൻസൊക്കെ ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്ത് വരുന്ന സാഹചര്യത്തിൽ മാസ്കിനോട് നിങ്ങളൊരു അതൃപ്തിയൊന്നും കാണിക്കരുത്. അതിൻ്റേതായ ഒരു മാനദണ്ഡങ്ങൾ അനുസരിച്ച് പോവുക. ക്ലാസ് തുടങ്ങുന്ന സമയത്തും അങ്ങനെ തന്നെ വരാനുള്ള ഒരു മെൻറ്റാലിറ്റി പ്രിപ്പയർ ചെയ്യുക. എന്തായാലും നിങ്ങൾ വളരെയധികം നല്ല രീതിയിൽ ഈ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്ത് പോകുന്നുണ്ട്. ഫോർ ദാറ്റ് താങ്ക് യു ഓൾ. താങ്ക് യു ഡിയേഴ്സ്.